ജപ്പാനിലെ മൃഗശാലയിൽ ഒരു ബേബി മങ്കി അല്ലേ, ഒരു കുരങ്ങിൻ്റെ കുട്ടി, അത് കൊച്ചു കിടാവ്. അതിൻ്റെ അമ്മ മരിച്ചു പോയിട്ടൊന്നുമില്ല, അതിൻ്റെ അമ്മ ജീവിച്ചിരിക്കെ തന്നെ അതിനെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ദൂരത്താക്കുന്നു, അതിനെ അവഗണിക്കുന്നു, ആട്ടിപ്പായിപ്പിക്കുന്നു. അങ്ങനെ അമ്മയിൽ നിന്ന് കിട്ടേണ്ട നേർത്ത ആർദ്രമായ സ്നേഹത്തിൻ്റെ ആവരണങ്ങൾക്ക് പകരം തൊഴിയും ഇടിയും അടിയുമൊക്കെയാണ് ആ കുരങ്ങ് കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അവസാനം അത് ഒറ്റപ്പെടുകയാണ്. ആ ഒറ്റപ്പെടലിനെ പിന്നെ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റഹ്മത്തുൽ ആമ്മ എന്ന് പറയുന്ന റഹ്മത്ത് കൊണ്ട് ജപ്പാനിലെ ആ മൃഗശാലയിലെ ജീവനക്കാരായ ചെറുപ്പക്കാരാണ്. അവരത് മനസ്സിലാക്കിയെടുക്കാൻ അതിൻ്റെ അമ്മ അതിനെ മാറ്റിയിട്ടുണ്ട്, ആട്ടി അകറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നെ ആരുമില്ല. പിന്നെ അവിടെ തന്നെയുള്ള ആ മൃഗശാലയിൽ തന്നെയുള്ള മറ്റുള്ള ജീവികളൊക്കെ തന്നെ അതിനെങ്ങനെ ബഹിഷ്കരിക്കാൻ. ഈ ബഹിഷ്കരണം ഒരു കുഞ്ഞു കിടാവിനെ നന്നായി നൊന്തുപോകുന്നുണ്ട്, അതിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യവർഗമാണ്. ആ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു മൃഗശാല ജീവനക്കാരൻ ഒരു ഒറാങ്കുട്ടനെ അതിന് കൊടുക്കാൻ, ഒരു കുരങ്ങിനെ പോലെയുള്ള ഒരു ഒറാങ്ങിനെ പോലെയുള്ള ഒരു വലിയ ഒരു പാവരൂപം അതിനിട്ട് കൊടുക്കാൻ. പക്ഷെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയുടെ ഒരു വലിയ ആകർഷിക്കുന്ന ശ്രദ്ധയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി ജപ്പാൻ എന്ന് പറയുന്ന രാജ്യവും ആ രാജ്യത്തെ മൃഗശാലയും ആ രാജ്യത്തെ കൗതുക വസ്തുവായിരിക്കുന്ന ഈ ബേബി മങ്കിയും ആയിത്തീരുകയാണ്. എന്താ ഇതിൻ്റെ കാരണം? അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതത്തെ പരുവപ്പെടുത്തേണ്ടത് എന്ന് അതിനിട്ട് കൊടുത്ത ഒരു പാവക്കുട്ടിയിലൂടെ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാൻ. എന്താണ്? ചേർത്ത് നിർത്താൻ ജീവനില്ലാത്തൊരു രൂപമുണ്ടെങ്കിൽ സങ്കല്പിച്ച് അതിലൂടെയും എനിക്ക് മനോഹരമായി ജീവിക്കാൻ കഴിയുമെന്നാണ് ജപ്പാനിലെ മൃഗശാലയിലെ ബേബി മങ്കി ലോകത്തെ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അമ്മ എന്തിനാ അതിനെ ആട്ടിയത്? ചിലപ്പോൾ അമ്മക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി വന്നതായിരിക്കാം. പണ്ട് അനിൽ പനച്ചൂരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി, കൂട്ടത്തിൽ ആരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ തെരുവിനൊരനാഥനെ തന്നിട്ടു അതാ കരയുന്നു തെറിവാക്കു പറയുന്ന ഭ്രാന്തിയിൽ. അതൊരു ഭ്രാന്തിയായ നാടോടി സ്ത്രീയായിരുന്നു. ആ പെണ്ണിന് മനസ്സിന് എന്തൊക്കെയോ ചഞ്ചലത സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ അവൾ ഭ്രാന്തിയാണ്. ഭ്രാന്തിയായ ഏതോ ഒരു പെണ്ണ് ഒരു മറച്ചു കെട്ടിയ ഒരു ഫുട്പാത്തിൻ്റെ മുകളിലുള്ള ഒരു ടാർപോളിൻ ഷീറ്റിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി. അവൾ മനോവിഭ്രാന്തിയുള്ള പെണ്ണായതുകൊണ്ട് അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടില്ല എന്ന ധൈര്യത്തിൻ്റെ പുറത്ത് കൂട്ടത്തിൽ ആരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം. അതിൽ നിന്ന് പിറന്ന കുഞ്ഞിനെയും കൊണ്ട് ആ ഭ്രാന്തി ജീവിക്കുന്ന രംഗമുണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കുന്നില്ല, കുഞ്ഞ് മഴ കൊള്ളുന്നു, കുഞ്ഞ് വെയിൽ കൊള്ളുന്നു, കുഞ്ഞിനെ അവൾ ബഹിഷ്കരിക്കുന്നു, കുഞ്ഞിനെ അവൾ അടിക്കുന്നു, തൊഴിക്കുന്നു, അല്ലേ? അപ്പം അടിയേൽക്കുന്ന കുഞ്ഞിനെ പിന്നെ ആരോ ഒരാൾ സംരക്ഷണ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സമാനമായൊരു രൂപം, ഒരു പഞ്ച് എന്ന് പറയുന്ന ഒരു കുരങ്ങ് കുട്ടി ലോകത്തെ പഠിപ്പിക്കാൻ. അർ റഹ്മത്തുൽ ആമ്മ, ചേർത്ത് നിർത്തുക എന്നുള്ളതിന് വലിയ ദൗത്യമുണ്ട്.